മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കൂട്ടുചേർത്ത് തയ്യാറാക്കിയ മല്ലിപ്പൊടി റെസിപ്പിയുമായാണ്. വളരെ ടേസ്റ്റി ആയിട്ടൊരു മസാലയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ സ്പെഷ്യൽ മല്ലിപ്പൊടി മസാല തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് പച്ചമല്ലി നന്നായി കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചെറിയ കൈപ്പിടി മല്ലിയില കുറച്ച് വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കാം. നന്നായി കഴുകിയെടുത്ത മല്ലിയില ഒരു ടവലിലോ ടിഷ്യൂ പേപ്പറിലോ വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഒരു കടായിയോ പാനോ വെച്ച് അതിലേക്ക് ഉണക്കിയെടുത്ത മല്ലിയില ഇട്ടുകൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നന്നായി ഉണക്കിയെടുത്ത കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നന്നായി ചൂടാക്കിയെടുക്കാം. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മട്ടയരിയാണ്. നന്നായി കഴുകിയെടുത്തതാണ് ഇട്ടുകൊടുക്കുന്നത്. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ചുക്കാണ്. ഇനി ചുക്കിന് പകരം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയാണെങ്കിൽ അതൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും നന്നായി ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടായി വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ 1 കപ്പ് മല്ലി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലിയൊക്കെ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ചൂടൊന്ന് മാറാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതാ നമ്മുടെ മസാലക്കൂട്ടെല്ലാം നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം.
ഇത് നമുക്ക് 1-2 ബാച്ചായിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇതാ നമ്മുടെ മിക്സ് നന്നായി ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാവുന്നതാണ്. വെള്ളമയം ഒന്നുമില്ലാത്ത ഗ്ലാസ് ബോട്ടിലിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്പെഷ്യൽ മല്ലിപ്പൊടി മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നോൺ വെജ് കറിക്കും വെജ് കറിക്കും നല്ല ടേസ്റ്റ് കൂട്ടുന്ന നല്ലൊരു മസാല പൗഡറാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.